പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഭൂമിയിൽ യേശു പ്രാർത്ഥിച്ച ഏറ്റവും മഹത്തായ പ്രാർത്ഥനകളിലൊന്നാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന. കുരിശിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയായിരിക്കെ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരിൽ പലരും ദുർബലരായിരുന്നു. പത്രോസ് ഉടനെ തന്നെ തള്ളിപ്പറയുവാൻ പോവുകയായിരുന്നു. മറ്റുള്ളവർ ഓടിപ്പോകുന്നു. എന്നിട്ടും യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 17-ാം അധ്യായം 17-ാം വാക്യം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാണ്. പിതാവേ, അവരെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചില്ല. പകരം ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ വിശുദ്ധരാകാൻ അവർക്ക് കൃപ നൽകണമെന്നാണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചത്. ഇന്ന് ആ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിരന്തരം അനുനിമിഷം പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു പ്രാർത്ഥിച്ച വിശുദ്ധീകരണത്തിൻ്റെ ആത്മീയ മർമ്മം എന്തൊക്കെയാണ്? ഈ ജീവിത വിശുദ്ധി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത്? അതിന് നമ്മൾ എന്തൊക്കെയാണ് വ്യക്തിപരമായി ചെയ്യേണ്ടത്? അല്പമായി ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്, വിശുദ്ധീകരണം മനുഷ്യൻ്റെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ വിസ്മയ പ്രവർത്തനമാണ്. വിശുദ്ധ ജീവിതം ചില പ്രത്യേക ആത്മീയ ശ്രേഷ്ഠരായ വ്യക്തികൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് എന്ന തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. ഞാൻ പാപിയായ മനുഷ്യനാണ്, എനിക്കൊരിക്കലും വ്യത്യസ്തനും വിശുദ്ധനുമാകുവാൻ കഴിയില്ല എന്നൊക്കെയുള്ള നിരുത്സാഹപ്പെടുത്തുന്ന ജഡീക മനസ്സിൻ്റെ ചിന്തകളൊക്കെ ശൂന്യതാബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മളതൊരിക്കലും ശ്രദ്ധിക്കരുത്. നാം സ്വയം നമ്മെ വിശുദ്ധരാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമ്മൾ പരാജയപ്പെടും. അതിനുവേണ്ടിയുള്ള ആത്മീയ പ്രകടനങ്ങളും അഭിനയങ്ങളുമൊക്കെ നിഷ്പ്രയോജനമാണ്. ആത്മപീഡനങ്ങളും അനുകരണങ്ങളും വെറുതെയാണ്. പലപ്പോഴും നമ്മൾ കോപ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കും, പക്ഷേ വീണ്ടും കോപിക്കും. ദുഷിച്ച ചിന്തകളെയും സ്വഭാവങ്ങളെയും ആസക്തികളെയുമൊക്കെ ഒഴിവാക്കുവാൻ ശ്രമിക്കും, പക്ഷേ അവ സ്വഭാവത്തിൽ ആവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വിശുദ്ധ ജീവിതത്തെ പറ്റിയുള്ള പ്രത്യാശയ്ക്ക് എന്താണ് അടിസ്ഥാനം? പ്രത്യാശ നമ്മുടെ ശക്തിയിൽ നടക്കുന്ന കാര്യമല്ല, യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിലാണ് അത് സജീവമാകുന്നത്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാണെന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. നമ്മെ വിശുദ്ധരാക്കുവാൻ ആദ്യം ആഗ്രഹിച്ചത് നമ്മളല്ല, കർത്താവാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങളിൽ ഒരു വലിയ വിസ്മയ സാക്ഷ്യം പറയുന്നത്. അതെങ്ങനെയാണ്? തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ
പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ എപ്പോഴും ജീവിച്ചിരിക്കുകയാൽ അവർക്ക് വേണ്ടി മധ്യസ്ഥം കഴിക്കുന്നു. അതെ, ഇന്നും ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ ജീവിത വിശുദ്ധി നിലനിർത്തുവാൻ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, വിശുദ്ധീകരണം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഓരോ ദിവസവും നടക്കുന്ന അത്ഭുതമാണ്. ഒരു വിത്ത് മണ്ണിൽ വീഴുമ്പോൾ അടുത്ത ദിവസം വലിയ വൃക്ഷമാവില്ല. വേരുകൾ ആദ്യം വളരുന്നു, പിന്നീട് തൈ, പിന്നെ ശാഖകൾ, ഒടുവിൽ ഫലം. അതുപോലെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും. രക്ഷ ഒരു നിമിഷത്തിൽ ലഭിക്കുന്നു, എന്നാൽ വിശുദ്ധീകരണം ജീവിതകാലം മുഴുവൻ തുടരുന്ന യാത്രയാണ്. ഇന്ന് ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി ക്രിസ്തുവിനെ പോലെയാവുക. നാളെ ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി അവനെ പോലെയാവുക. അതാണ് വിശുദ്ധീകരണത്തിലേക്കുള്ള ചുവടുവയ്പ്പുകൾ. നമ്മളെല്ലാവരും പരിപൂർണ വിശുദ്ധീകരണത്തിലേക്കുള്ള യാത്രയിലാണ്. ആരും പരിപൂർണരല്ല. ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ പോലും വിശുദ്ധീകരണത്തിൻ്റെ യാത്രയിലായിരുന്നു എന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. ഫിലിപ്പിയർ 3:13-14 വാക്യങ്ങൾ. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും അത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്തെന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ മറന്നിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുകയാണ്. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. 3. ദൈവം നമ്മെ എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത്? യേശു തന്നെ ഉത്തരം പറയുന്നുണ്ട്. നിന്റെ വചനം സത്യമാണ്. പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ ഉപയോഗിച്ചാണ് നമ്മിൽ പ്രവർത്തിക്കുന്നത്. ഒരു വചനം വായിക്കുമ്പോൾ അത് നമ്മുടെ പാപം വെളിപ്പെടുത്തും. മറ്റൊരു വചനം നമ്മെ ആശ്വസിപ്പിക്കും. മറ്റൊന്ന് ക്ഷമിക്കാൻ പഠിപ്പിക്കും. മറ്റൊരു വചനം അഹങ്കാരം തകർക്കും. അങ്ങനെ വചനം നമ്മിൽ അത്ഭുതകരമായ രൂപാന്തരം വരുത്തും. 119 സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. 105 വാക്യം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് വെളിച്ചവുമാകുന്നു. 11 വാക്യം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ബൈബിൾ അറിവ് വർദ്ധിപ്പിക്കാനുള്ള പുസ്തകമല്ല, ജീവിതം രൂപാന്തരപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ ഉപകരണമാണ്. 4. വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താണ് എന്നതാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതല്ല,
വലിയ പ്രസംഗങ്ങൾ നടത്തുന്നതല്ല, ഉന്നതമായ ആത്മീയ സ്ഥാനങ്ങൾ വഹിക്കുന്നതല്ല, മറിച്ച് നമ്മിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുന്നതാണ്. ഒരിക്കൽ പ്രതികാരം ചെയ്തിരുന്നവർ ഇന്ന് ക്ഷമിക്കുന്നു. ഒരിക്കൽ അഹങ്കരിച്ചിരുന്നവർ ഇന്ന് താഴ്മയോടെ വിനയത്തോടെ നടക്കുന്നു. ഒരിക്കൽ ലോകത്തെ സ്നേഹിച്ചിരുന്നവർ ഇന്ന് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഗലാത്യർ 5:22-23. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ തുടങ്ങിയവയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് നമ്മളിൽ തിരുവചനത്തിലൂടെ വിശുദ്ധീകരണ പ്രക്രിയ സാധ്യമാക്കുന്നത്. 5. ദൈവം ഇപ്പോഴും നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വീഴ്ചകളിലും പരാജയങ്ങളിലും നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. ചിലർ പറയും, ഞാൻ പലതവണ വീണുപോയി, എൻ്റെ പഴയ സ്വഭാവം ഇപ്പോഴും എന്നെ അലട്ടുന്നു. പ്രിയമുള്ളവരെ, വീഴുന്നത് പരാജയമല്ല, വീണ് കിടക്കുന്നതാണ് അപകടം. കരങ്ങൾ നീട്ടി എഴുന്നേൽപ്പിക്കുവാൻ കർത്താവിനോട് അപേക്ഷിക്കുന്ന മക്കളെ കർത്താവ് ഒരിക്കലും കൈവിടില്ല. ഫിലിപ്പ്യർ 1:6. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാൾ വരെ അതിനെ തികയ്ക്കും. നമ്മൾ ദൈവത്തിൻ്റെ കൈകളിലെ ശില്പങ്ങളാണ്. ശില്പി ചിലപ്പോൾ ഉളി പ്രയോഗിക്കും, ചിലപ്പോൾ ചുറ്റിക ഉപയോഗിക്കും, ചിലപ്പോൾ മിനുക്കുപണികൾ നടത്തും. അതൊക്കെ വലിയ വേദനയുണ്ടാക്കുന്ന അനുഭവങ്ങളായിരിക്കും. സഹനങ്ങളുടെ ടൂൾ കൊണ്ടുള്ള ഓരോ ആഘാതവും വിശുദ്ധീകരണത്തിനും പെർഫെക്ഷനും വേണ്ടിയുള്ളതാണ്. അത് വേദനയും യാതനയും ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ദൈവം നമ്മെ ശിക്ഷിക്കുകയാണെന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. രൂപപ്പെടുത്തുകയാണ്, വിശുദ്ധീകരിക്കുകയാണ്. തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും തൻ്റെ സാദൃശ്യത്തിലും പ്രതിച്ഛായയിലും സൃഷ്ടിക്കപ്പെട്ട നമ്മിൽ നിന്ന് കളങ്കങ്ങളും മ്ലേച്ഛതകളും തുടച്ചു മാറ്റുകയാണ്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധീകരണം നമ്മുടെ കഴിവിൻ്റെ കഥയല്ല, ക്രിസ്തുവിൻ്റെ കൃപയുടെ കഥയാണ്. അതാരംഭിച്ചത് കാൽവരിയിലാണ്. അത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയും ദൈവവചനത്തിലൂടെയുമാണ്. അത് പൂർത്തിയാകുന്നത് കർത്താവിൻ്റെ മഹത്വ സന്നദ്ധിയിലാണ്. കർത്താവേ, ഞാൻ ഇനിയും പൂർണ്ണനായിട്ടില്ല, എന്നെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ നിരന്തരം പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നെ അനുദിനം വിശുദ്ധീകരിച്ച് കർത്താവിനെ പോലെ ആക്കണമേ. എന്നിൽ ആരംഭിച്ച പ്രവൃത്തി പൂർത്തിയാക്കുന്ന വിശ്വസ്തനായ ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ഹല്ലേലൂയ. ശുഭാശംസകളോടെ
എ പി ജോർജച്ചൻ,